ബ്രസീൽ സ്വദേശികളായ ദമ്പതികൾ കൊച്ചിയിൽ കൊക്കൈനുമായി അറസ്റ്റിലായ കേസിൽ ഇന്ന് പ്രതികളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തേക്കും. പിടികൂടിയ മയക്കുമരുന്നിന്റെ മൂല്യം നിശ്ചയിച്ച ശേഷമാകും പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുക. തിരുവനന്തപുരത്തേക്കാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിക്കാൻ ശ്രമിച്ചതെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാർ ചേരുകയാണ്. ശ്യാം, ഗുഡ് മോർണിംഗ്. ഈ കേസിൽ ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ്? ഇന്നലെ DRI അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് ലഹരി ഗുളികകൾ പുറത്തെടുക്കുകയും ചെയ്ത ബ്രസീൽ സ്വദേശികളായ ലൂക്കാസ, ഭാര്യ ബ്രൂണ എന്നിവരുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായും ലഹരി ഗുളികകൾ ഇതുവരെ പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയും 30-ലേറെ കൊക്കൈൻ ഗുളികകൾ ക്യാപ്സൂൾ രൂപത്തിലാക്കി ഇവർ വിഴുങ്ങിയത് ശരീരത്തിൽ നിന്ന് പുറത്തെടുക്കാനുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പൂർത്തിയായ ശേഷം മാത്രമേ ഇവരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയുള്ളൂ. അതിനിടെ ഈ അറസ്റ്റിലായ ബ്രസീൽ സ്വദേശി ബ്രൂണ എന്ന് പറയുന്ന യുവതി ഗർഭിണിയാണ് എന്നുള്ള വിവരം കൂടി അന്വേഷണ സംഘത്തിന് ഇന്നലെ ഡോക്ടർമാർ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഈ ലഹരി ഗുളികകൾ പുറത്തെടുക്കുന്നത് കുറച്ചുകൂടി സങ്കീർണമായിട്ടുണ്ട്. ഇവരുടെ ജീവന് ഭീഷണി ഉണ്ടാകാതെ വേണം ഈ ലഹരി ഗുളികകൾ പുറത്തെടുക്കാൻ. നിലവിൽ 70-ലധികം ലഹരി ഗുളികകളാണ് പുറത്തെടുക്കുകയും ചെയ്തത്. 10 കോടി രൂപയിലേറെ വിലയുള്ള കൊക്കൈനാണ് ഇവരുടെ ശരീരത്തിൽ കടത്തിക്കൊണ്ട് വന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയിരുന്നത്. ഇത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനാണ് എന്നുള്ളതും DRI സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയ ശേഷം തിരുവനന്തപുരത്ത് താമസിക്കുന്നതിനുള്ള ഹോട്ടൽ മുറികളടക്കം ഇവർ ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇവരുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് തിരുവനന്തപുരത്ത് ആർക്കാണ് ഇത്ര വലിയ അളവിൽ ലഹരി കൈമാറാൻ തീരുമാനിച്ചിരുന്നതെന്ന് കണ്ടെത്താനുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഏതായാലും ഇവരെ പൂർണ്ണമായും ലഹരി ക്യാപ്സൂളുകൾ പുറത്തെടുത്ത ശേഷം മാത്രമാകും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും മറ്റു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുക. ശരി, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ശ്യാംകുമാർ.